ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ വന്നേക്കുവാണ്. ചിലവർക്കൊക്കെ മനസ്സിലായി കാണും ഈ പടങ്ങൾ കാണുമ്പോൾ. അത് തന്നെ എക്കോണി ഫെസ്റ്റ്. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചയൊക്കെ നോക്കാം. റിച്ചിട്ട് എന്താ ചാടിക്കളിക്ക് എത്തിയത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ലൈറ്റൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട. റിച്ചിട്ട് എന്താണ് ആദ്യം കയറി സാന്റാക്ലോസ്, ക്രിസ്മസ് ആയതുകൊണ്ട് സാന്റാക്ലോസ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തു, കുറേ സ്ഥലത്തൊക്കെ കയറി. ഇവിടെ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു. കണ്ടില്ലൊരു മരം നിൽക്കുന്ന, ഇത് പക്ഷെ ഉണ്ടാക്കിയ മരമാണ്. ഒരു കഴുത, ഒരു വലിയ ആട്, വീണ്ടും കഴുത, ആട്, ഇങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്. ഒരു ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി, കുതിര, എൻ്റെ ഫേവറേറ്റ് ആനിമൽ കുതിര അവിടെ തന്നെ ഉണ്ട്. രണ്ടാട്, ഒട്ടകം, വീണ്ടും ഓരോന്ന്. കാളേനെയാണ് എനിക്ക് പേടി വന്നത്. കുറേ കോഴി, വ്യത്യസ്തമായ കോഴികളുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് കോഴികളൊക്കെ കാണുന്നത്. നമ്മുടെ അവിടെയുള്ള സാധാ കോഴീനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഈ കോഴീനെയൊക്കെ പോലത്തെ കോഴീനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കോഴീനെയൊക്കെ കാണുന്നത്. ഇങ്ങനെ കുറേ ഇങ്ങനെ തൂവലൊക്കെയുള്ള കോഴീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാൻ പറ്റുമെന്നും വിചാരിച്ചില്ല ഞാൻ, പക്ഷെ ആദ്യമായിട്ട് കണ്ടു. അമ്മ കുറേ ഫോട്ടോസൊക്കെ എടുക്കുക, ഫോട്ടോ എടുക്കാൻ പറയും. ഇങ്ങനെ കുറേ ഇത് കണ്ടു. ഇത് പ്രാവാണെന്ന് തോന്നുന്നു. 2 കളറുണ്ട്. ഹാംസ്റ്റർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫേവറേറ്റ് ആനിമൽ ഇത്. മൊയൽ, എഗ്വാന, തത്ത, 2 തത്ത. ഇത് ഏത് കിളിയാന്ന് പേരൊന്ന് പറയണേ, എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പേര്. ഇങ്ങനെ കുറേ കിളികളുണ്ട്. ഇത് കണ്ടില്ലേ, തലയിൽ തൊപ്പിക്കുള്ള 2 അതേ സെയിം 2 വീണ്ടും. ഞാനും അമ്മ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക. ഫാമിലിയാണെന്ന് തോന്നുന്നു ഇവരൊക്കെ. ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട്. ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കളിച്ചതാ 2. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഇത് 2 ഫ്രണ്ട്സാണെന്ന്. ഇത് കണ്ട കുറേ ഉണ്ട്. ഒരാങ്കിള് പാമ്പിനെയൊക്കെ കൈ പിടിച്ചിരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് പേടിയായി. ഈ മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ ഒരു മീനിൻ്റെയും പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഏത് മീനാന്ന്? ഈ മീനിൻ്റെയൊക്കെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ട കുറേ ഇങ്ങനത്തെ മീൻ. ഈ ഗോൾഡ് ഫിഷിൻ്റെ പേര് എനിക്കറിയാം, വേറെ ഒന്നിൻ്റെയും പേര് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടോ. ഞാൻ അവിടെ കിടന്ന് ആദ്യമായിട്ട് മീനൊക്കെ കാണുമ്പോൾ ഇത് ഏത് മീനാന്നൊക്കെ അമ്മയോട് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ മീനൊക്കെ കാണുമ്പോൾ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മീനുകൾ. 1, 2 അല്ല, കുറേ ഉണ്ടായിരുന്നു. സീബ്ര ഫിഷ് പോലത്തെ. ഇത് എന്താ മീൻ? ഞാൻ ആദ്യമായിട്ട് ഈ മീനൊക്കെ കാണുന്നത്. അല്ലാത്ത മീനല്ല, ഇങ്ങനത്തെ വെറൈറ്റി മീനുകളൊക്കെ. അമ്മ ഓരോ ഫിൽറ്റർ മാറ്റി വീഡിയോ എടുക്കുക. ഞാൻ ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു. കുറച്ച് മീനൊക്കെ കണ്ട് ഇത് ഏത് മീനാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് കണ്ടോ, കുറേ ഇതൊക്കെ ഉണ്ട്. ഞാൻ സെറ്റിയിലിരിക്കുക. എനിക്ക് ആ സെറ്റിയും കസാരയൊക്കെ ഇഷ്ടപ്പെട്ടു. അത് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മേടിച്ചില്ല. ഇത് കണ്ടോ, കുറേ ബുക്കുകൾ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടൊരു ബുക്ക് അവിടെ ഇല്ല, ഹെലൻ കെല്ലർ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ബുക്ക് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും എടുത്തില്ല. കണ്ടില്ലേ, കുറേ ബുക്കുകൾ. നെറൂട്ടോടെ വേണമെന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ എടുത്തില്ല. എനിക്ക് മലയാളം കുറച്ച് പാടാൻ വായിക്കാണ്ട് മലയാളം എടുത്തു. കുറേ കത്തിയും കുറേ സാധനങ്ങളൊക്കെ കണ്ട. ഞങ്ങൾ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. ഇവിടെ നിന്ന് അങ്ങനെയൊന്നും എടുത്തില്ല ഞങ്ങളൊന്നും. ഞാൻ ആകെ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ. ഇവിടെ ഒന്നും മേടിച്ചില്ല. ഞാൻ പമ്പരമിഠായി ഇങ്ങനത്തെ മിഠായിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, പേരൊക്കെ കേൾക്കുന്നത്. ഇവിടെ നിന്ന് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മേടിച്ചില്ലൊന്നും. ഇത് മാമൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ? പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കണ്ടില്ലേ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. റിച്ചിട്ടൻ ഫുള്ള് തീർത്ത്. ഞാൻ കഴിച്ചില്ലത്, പക്ഷെ ഞാനത് കഴിച്ചില്ല. അമ്മയും മാമനും റിച്ചും കൂടെ എൻ്റെ കഴിച്ചു. ഞാൻ പകുതി ഇങ്ങനെ കഴിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങ് കൊടുത്തു. എനിക്ക് വേണ്ടത്.
ഗോസ്റ്റ് ഹൗസ്. എനിക്ക് പേടിയുണ്ടത് ഈ കയറിയില്ല ഗോസ്റ്റ് ഹൗസിൽ. ഇത് കണ്ടോ വെള്ളച്ചാട്ടം ചാടുന്ന, അതിൽ കയറി ചാടാൻ എനിക്ക് തോന്നി, പക്ഷെ ചാടാൻ പറ്റൂലല്ലോ, നനഞ്ഞു പോത്തില്ലേ. കണ്ടില്ലേ, നനഞ്ഞാൽ പിന്നെ ഒന്നിലും കയറാൻ പറ്റത്തില്ല അത് അറിയാവുന്നതുകൊണ്ട് ഞാനെന്താ അതിലൊന്നും കയറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ കയറി ചാടിയില്ല. ലൈറ്റൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിരുന്നേ. അവിടെ തന്നെ ഒരു DJ പോലത്തെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇങ്ങനെ വെള്ളം ചാടി കളിക്കുന്ന കാണാൻ. കുറേ ഉണ്ട്, ഇങ്ങനെ ലൈറ്റും കുറേ ഉണ്ടായിരുന്നേ. എനിക്കിഷ്ടപ്പെട്ടു ഇത് ഭയങ്കരമായിട്ട്. ഇവിടെ വന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വേറെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഇതുകൂടി ഇഷ്ടപ്പെട്ടു എനിക്ക്. കണ്ടില്ലേ കുറേ ലൈറ്റും പുകയൊക്കെ വരുന്ന, ഈ ഇങ്ങനെ വെള്ളത്തിൽ ലൈറ്റും പുകയും ഒക്കെ വരുന്ന കാണാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അത്ര ഇഷ്ടം. നല്ല രസമാണ് ഇങ്ങനെ ചാടുന്ന കാണാൻ. ഇത് കണ്ടോ അമ്മ എടുത്തതാണ്. കുറേ പാട്ടും കുറേ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല, ആ പാട്ടിൻ്റെ അങ്ങോട്ട് ഞാൻ പോയില്ല. അമ്മ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ വീഡിയോ എടുത്തു. കണ്ടില്ലേ പാട്ടും ഡാൻസും ഒക്കെ കൂടെ. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടെ, പക്ഷെ എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടമല്ല. പാട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കയറി കളിച്ച്. റിച്ചിട്ട് ഇതിൽ നിന്നങ്ങ് മറിഞ്ഞടിച്ച് വീണ്. അതാ കണ്ടില്ലേ, റിച്ചിട്ട് മറിഞ്ഞടിച്ച് വീണ്. ഇത് ഭയങ്കര സ്പീഡായിരുന്നേ. ഞങ്ങൾ ഇതിൽ മാത്രമല്ല ഒരെണ്ണത്തിലൂടെ കയറി. അപ്പോഴേക്കും അമ്മയും പോയി അങ്ങോട്ട്, വീണ്ടും പോയി. കണ്ടില്ലേ ഞങ്ങളൊരു സാധനത്തിലൂടെ കയറുമെന്ന് പറഞ്ഞല്ലേ, ഒട്ടകം. ഞാൻ പേടിച്ചിട്ടിരിക്കുമായിരുന്നു, നല്ലതായിട്ട് അലറുമായിരുന്നു. അമ്മ വരണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് അലറുമായിരുന്നു. എനിക്കത് പോകുമ്പോൾ പേടിയായി. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ കയറിയിട്ടുള്ളേ. 3, 4, 5, 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കയറിയിട്ടുള്ളേ. ഇപ്പോഴാണ് ഞാൻ കയറുന്ന 9 വയസ്സിൽ. ഞാനിപ്പോഴാണ് കയറുന്ന ഒട്ടകത്തിൽ 9 വയസ്സിൽ ആദ്യമായിട്ട്. പക്ഷെ ആദ്യമായിട്ടല്ല, എനിക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിൽ കയറി. അമ്മയ്ക്ക് കാറ് മാറിപ്പോയി വീഡിയോ എടുത്തപ്പോൾ. ഇടയിൽ മാമൻ കാറ് റിവേഴ്സ് എടുക്കുമ്പോഴാണ് അമ്മയ്ക്ക് കാറ് മനസ്സിലായ. അമ്മ കാറിൽ കയറിയപ്പോൾ ചുറ്റും അമ്മേനെ കളിയാക്കുമായിരുന്നു, അയ്യേ അമ്മയ്ക്ക് കാറ് മാറിപ്പോയെന്നൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.